സുഹൃത്തുക്കളെ, എന്താണ് വിശേഷങ്ങളൊക്കെ? ഉഷാറല്ലേ? വീണ്ടും നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു വീഡിയോയും കൂടി ആയിട്ട് വരികയാണ്. ഇത് വരാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് കണ്ട ഒരു വീഡിയോ ഫോട്ടോ ആണ്. നിങ്ങൾക്കത് ക്ലിയർ ഉണ്ടോയെന്ന് അറിയില്ല. ഇതിൽ എന്തൊക്കെ സാധനം ഉണ്ടെന്ന് പറഞ്ഞാൽ, യാഷിക ക്യാമറ, പിന്നെ ടാപ്പ് റിക്കാർഡ്, ഇസ്തിരിപ്പെട്ടി, അങ്ങനെ കുറേ VCR, അങ്ങനെ കുറേ ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അടിയിലുണ്ട കമൻറ്റ് എന്തായിരുന്നു വെച്ചാൽ, ആറ്റുനോറ്റ് നെഞ്ചോടെടുത്ത് കൊണ്ടുവന്ന സാധനങ്ങളായിരുന്നു, ഇപ്പോൾ ആക്രി കടക്കാർക്ക് പോലും വേണ്ട എന്നാണ്. ഇപ്പോൾ ആക്രി കടക്കാർക്ക് പോലും വേണ്ട അത്രയും നല്ല സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് എന്ന് പറഞ്ഞിട്ട്. പക്ഷേ നമ്മളൊരു കാര്യം ആലോചിക്കണം, നമ്മൾ കൊണ്ടുവന്ന സമയത്ത് നമ്മൾ വളരെ എൻജോയ് ചെയ്ത് നമ്മളെ കുടുംബമൊക്കെ ഉപയോഗിച്ച് പാട്ട് കേട്ട് അയൺ ചെയ്ത് VCR ഫിലിം കണ്ട് എല്ലാം കണ്ട് ആസ്വദിച്ചതിന് ശേഷമാണ് അതിന് ഒരു ആക്രിക്കാരൻ പോലും വേണ്ട എന്നുള്ള രീതിയിലാവുന്നത്. പക്ഷെ എന്നാൽ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഞാനടക്കമുള്ള മലയാളികളായിട്ടാണ് പറയുന്നത്. ഏറ്റവും കൂടുതൽ ഇന്ന് ശരിക്കും നമ്മൾ ചെറുപ്പത്തിലൊരു കഥ വായിച്ചിരുന്നു, നാരായണത്ത് ഭ്രാന്തൻ്റെ കഥ. ഈ നാരായണത്ത് ഭ്രാന്തൻ എന്താണെന്ന് വെച്ചാൽ, വലിയ പാറക്കല്ലുകൾ മലയുടെ താഴ്വാരത്തിൽ നിന്ന് ഉരുട്ടി മേലോട്ട് കൊണ്ടുപോയിട്ട് അവിടുന്ന് ഉരുട്ടി താഴേക്ക് ഇട്ടിട്ട് കൈകൊട്ടിച്ചിരിക്കുക, ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാന ഹോബി എന്ന് നമ്മൾ പഠിച്ചത്. അതേ സ്വഭാവം തന്നെയാണ് ഇന്ന് മലയാളികളായ നമുക്കും. നമ്മളടുത്ത് കാശുണ്ടോ, പൈസ ഉണ്ടോ, നമ്മൾ എൻജോയ് ചെയ്ത് ജീവിക്കണം. വണ്ടി വാങ്ങണം, വീട് വേണം, എന്തൊക്കെയാണോ, നല്ല നല്ല ഡ്രസ്സ് വാങ്ങണം, ഷൂ വാങ്ങണം, എന്താ നമുക്ക് ആഗ്രഹമുള്ളത് മുഴുവനും നമ്മൾ വാങ്ങിയിട്ട് എൻജോയ് ചെയ്തിട്ട് തന്നെ നമ്മൾ ജീവിക്കണം. പൈസ ഉണ്ടെങ്കിൽ, പൈസ ഇല്ലെങ്കിൽ അതിനനുസരിച്ച് ജീവിക്കണം. നമ്മൾ ഇന്ന് ചെയ്യുന്നത് എന്താ വെച്ചാൽ, മലയാളികളുടെ ഒരു അവസ്ഥ, ഞാനടക്കമുള്ള മലയാളികളുടെ അവസ്ഥയാണ് പറയുന്നത്. നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ, നമ്മൾ പൈസ ഇല്ലെങ്കിലും ലോണായാലും കടമായാലും എവിടുന്നെങ്കിലും കുറച്ചൊരു 10 സെന്റ് സ്ഥലം നമ്മൾ കണ്ണായ സ്ഥലത്ത് 10 ലക്ഷത്തിൻ്റെ സെന്റിന് 10 ലക്ഷം ആണെങ്കിലും ഒരു 10 സെന്റ് സ്ഥലമോ അല്ല 5 സെന്റ് സ്ഥലമോ വാങ്ങിയിട്ട് അവിടെ നമ്മളൊരു വമ്പൻ വീട് വെക്കുക. ഒരുപാട് കാശ് ലോൺ എടുത്തുകൊണ്ട് അതിൻ്റെ പണി തീർക്കുന്നത്, എത്രയോ കാശ് ലോൺ എടുത്തുകൊണ്ടാണ് അതിൻ്റെ പണി തീർക്കുന്നത് നമ്മൾ. അങ്ങനത്തെ ഒരു വീട് വെച്ചിട്ട് നമ്മൾ മരിക്കുന്നത് വരെ അതിൻ്റെ കടങ്ങളും ലോണുകളും വീട്ടി ഒരു സ്വസ്ഥമായിട്ട്, ഒരു സന്തോഷപരമായിട്ട്, ഒരു കടമില്ലാത്ത ജീവിതം നമ്മൾ ഇന്ന് വരെ ജീവിച്ചിട്ടുണ്ടാവില്ല. ഒരു കടമില്ലാത്ത ജീവിതം നമ്മൾ വീടുണ്ടാക്കുന്നത് നമുക്ക് താമസിക്കാനല്ല, നമുക്ക് ആഡംബരത്തിനാണ്. മറ്റുള്ളവൻ്റെ കണ്ടിട്ട് ഇതിൽ നമുക്ക് ഇൻ്റർലോക്ക് വേണം, അത് വേണം, ഇതൊക്കെ ഉണ്ടാവാം. നമ്മളടുത്ത് ക്യാഷ് ഉള്ളതിനനുസരിച്ച് അതൊക്കെ ഉണ്ടാവും. ക്യാഷ് ഇല്ലെങ്കിലോ ഒരിക്കലും കടം വാങ്ങിയിട്ട് നമ്മൾ ചെയ്യരുത്. നമുക്ക് സ്വസ്ഥമായിട്ട് ഉറങ്ങാനുള്ളൊരു വീട് ഇന്ന് ആരും ഉണ്ടാക്കുന്നില്ല. ഉള്ള മരങ്ങളും നൈകളും ഒക്കെ മുറിച്ച് മാറ്റിയിട്ട് വാർപ്പിൻ്റെ വീടുണ്ടാക്കി ചൂടും തണുപ്പും ഒക്കെ സഹിക്കാൻ കഴിയാത്ത ഇടങ്ങാറായിട്ടാണ്. പക്ഷെ മറ്റുള്ള രാഷ്ട്രങ്ങളിലൊക്കെ പോയി നോക്കിയാൽ, ഫിലിപ്പൈന്, ഇന്തോനേഷ്യ, ഇങ്ങനെയൊക്കെയുള്ള നാട്ടുകളിലൊക്കെ പോയി നോക്കിയാൽ വീടുകൾ അവർക്ക് ഉറങ്ങാൻ, അവർക്കൊരു എൻജോയ് ചെയ്തിട്ട് പിന്നെ സ്വസ്ഥതമായിട്ട് റെസ്റ്റ് എടുക്കാനാണ് അവർ വീടുണ്ടാക്കുന്നത്. അത് ചിലപ്പോൾ പലക കൊണ്ടായിരിക്കും, പിന്നെ സ്റ്റീൽ കൊണ്ടായിരിക്കും, തകരം കൊണ്ടായിരിക്കും. അവർ വന്നിട്ട് രാത്രി അവർ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ ഫിലിപ്പൈനിൻ്റെ രാജകുമാരിയാണ് ഈ പോകുന്നതെന്ന് വിചാരിക്കും. വീടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങി പോകുന്ന സമയത്ത് അവർ ജീവിതം, ഇപ്പം ഗൾഫ് രാജ്യങ്ങളിലൊക്കെ അവർ പണിക്ക് കിടന്നത് നമ്മൾക്ക് അവരെ കണ്ട് പഠിക്കണം. അവർ വന്ന് ഫസ്റ്റ് മാസത്തെ സാലറി കിട്ടിയാൽ തന്നെ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ പൈസ കൊണ്ട് എന്ത് വാങ്ങാൻ കഴിയും? മൊബൈല്, ഐഫോണോ, ഇപ്പോഴത്തെ കാര്യത്തിൽ ഐഫോണോ, ഇതൊക്കെ അന്നത്തെ ഏറ്റവും നല്ല, ഇപ്പോഴും അവരങ്ങനെ ഏതാണ് മൊബൈൽ ആദ്യം ഏറ്റവും നല്ല മൊബൈൽ വാങ്ങും. പിന്നെ അവർ ടാപ്പ് റിക്കാർഡോ സെറ്റ് എന്താ അവർക്ക് വേണ്ട ഇലക്ട്രോണിക് സാധനങ്ങൾ. അതുപോലെ ഏതൊരു പിന്നെ മക്ഡൊണാൾഡ്സിൽ, KFCയിലൊക്കെ പോയി നോക്കിയാൽ അവരെ തന്നെ കൂടുതലും കാണാം. അവർക്ക് ആഗ്രഹപ്പെട്ട ഭക്ഷണം, ഇപ്പം നമ്മളൊക്കെ മലയാളികൾ പോയാലും ഏതെങ്കിലും പാർട്ടിയോ ആരെങ്കിലും വരുന്ന സമയത്തൊക്കെ ഇങ്ങനത്തെ ഭക്ഷണങ്ങൾ പോയാലും കഴിക്കലൊക്കെ ഉള്ളൂ. അവർ സ്ഥിരമായിട്ട് അവർക്ക് കയ്യിൽ 1000 കിട്ടിയ 1100 രൂപയിലും അവർ എൻജോയ് ചെയ്ത് ചിലവാക്കും. കാരണം നാളെ മരിച്ചും അവർ കൊണ്ടുപോകാമെന്ന് അവർക്കറിയാം. അപ്പം നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഇത്രയൊക്കെ നമ്മളിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കൂല, വസ്ത്രം നടക്കൂല, ഒന്നും ചെയ്യാതെ ഗൾഫ് കണ്ടത്ത് പോയാലും പൈസ ഉണ്ടാക്കി കണ്ണായ സ്ഥലത്ത് ഉറങ്ങാനൊന്നല്ല, 4 ആൾ കാണണം, 4 ആൾ ശ്രദ്ധിക്കണം. അങ്ങനത്തെ ഒരു സ്ഥലത്ത് 10 ലക്ഷം സെന്റിനായാലും തിരക്കില്ല, 20 ലക്ഷം തിരക്കില്ല. അവിടെ 50, 60, 1 കോടിയും 2 കോടിൻ്റെയും ഒക്കെ. ഇപ്പം നാളിപ്പോൾ ഒരു വയനാട്ടിലൊരു വീട് വിൽക്കാനുള്ളത് കണ്ടു. 25 സെന്റ് സ്ഥലമാണുള്ളത്. അവിടെ 4 കോടിയാണ് ആ വീടിന് അവർ ചോദിക്കുന്ന വില.
അപ്പോൾ ഈ 4 കോടിയൊക്കെ കൊടുത്തിട്ട് അവിടെ ഉറങ്ങിയിട്ട് എന്താണ് കാര്യം? കുറച്ചും കൂടി കണ്ണായ സ്ഥലത്ത് 4 കോടിക്ക് 5 ഏക്കർ സ്ഥലം ഏറ്റവും ചുരുങ്ങി കിട്ടും. അതിൽ നല്ലൊരു വീടുണ്ടാക്കിയാൽ ഇഷ്ടംപോലെ പറമ്പും നമുക്ക് ഇഷ്ടംപോലെ കൃഷി ചെയ്യാനും അതിൽ നിന്ന് വരുമാനങ്ങളും എല്ലാം കിട്ടും. നമ്മൾ ആരും അങ്ങോട്ട് ശ്രദ്ധിക്കാറില്ല. നമുക്ക് റോഡിൻ്റെ സൈഡിൽ, അതായത് പൊടിയും പുകയും ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടാകുന്ന ഈ റോഡിൻ്റെ സൈഡിൽ കണ്ണായ സ്ഥലം ഏറ്റവും വില കൊടുത്ത് വാങ്ങിയിട്ട് നമ്മൾ ഏറ്റവും വലിയ വീടുണ്ടാക്കുന്നു. എന്നിട്ട് അതിലുള്ള രസം എന്താണെന്ന് വെച്ചാൽ, അതിൻ്റെ ഏറ്റവും രസകരമായ സംഭവം വെച്ചാൽ, ഈ ആള്, ഈ ഗൾഫുകാരന് അവന് വീടും കടവും കാര്യമൊക്കെ വാങ്ങി വീടുണ്ടാക്കി ലോൺ എടുത്ത് അടച്ചടച്ചടച്ച് തീരുമ്പോഴേക്കും അവൻ അങ്ങോട്ട് മരിച്ചു പോയി കഴിഞ്ഞാൽ പിറ്റേ ദിവസം ആ വീട് മകനോ മകളോ ആരാണോ വെച്ചാൽ അതങ്ങോട്ട് കുത്തി പൊളിച്ച് ഒഴിവാക്കുക. ഇവനും കഷ്ടപ്പെട്ട് ഒരു വീട് വെച്ച് അടുത്ത മാസം പിന്നെ അതിൻ്റെ ഒരു മാർബിൾ വെച്ച് ടൈൽസ് വെച്ച് ഗ്രാനൈറ്റ് വെച്ച് പെയിൻ്റ് അടിച്ച് അങ്ങനെയൊക്കെ ഓരോന്നും സ്ഥലത്തും സന്തോഷകരമായിട്ട് അങ്ങനെ കൊണ്ടുവരുന്ന വീടിന് അത് ഒരൊറ്റടിക്ക്. കാരണം മകൻ്റെ അടുത്ത് അല്ലെ മകളെ അടുത്ത് അവരടുത്ത് ബാക്കിയുള്ളത് ആരാ താമസിക്കുന്നത് അവരടുത്ത് അതിനേക്കാളും കാശുണ്ട്. അപ്പോൾ ഇതൊന്നും ഒരു വിലയില്ല. ഇത്രയും കാലം. അതാണ് നമ്മൾ പറഞ്ഞത്, നമുക്ക് ജീവിക്കാനല്ല. നമ്മൾ നാരായണത്ത് ഭ്രാന്തനെ പോലെ തന്നെയാണ് ഉരുട്ടി മുകളിലെത്തിയിട്ട് അത് ഒഴിവാക്കുക. ഇന്ന് 95% ആളുകളും 95% ആളുകളും പൊളിച്ച ആൾക്കാർ തന്നെ ആയിരിക്കും. ബാപ്പാരുണ്ടാക്കിയ വീട്ടിൽ താമസിക്കുന്ന അതേ രൂപത്തിൽ. പിന്നെ നമ്മളെന്താ പറയുക, പൊളിഞ്ഞ് വികാനായതും ഇതൊക്കെ ആയിട്ട് മാറ്റിയും പൊളിക്കും മെയിൻ്റനൻസ് വർക്കൊക്കെ ചെയ്യണേ. അതുപോലെയല്ല, ഒരു കേടില്ലാത്തത് കൊണ്ട് മോഡൽ പോരാ, അല്ലെ ആ ടൈൽസ് പോരാ, ആ ഗ്രാനൈറ്റ് പോരാ എന്നുള്ള കംപ്ലൈൻറ്റോട് മാത്രമാണ് പൊളിച്ച് ഒഴിവാക്കുന്നത്. അപ്പം നമ്മൾ ഈ ഒരു ഭയങ്കര എന്താ പറയുക, വീട് പൊണ്ണന്മാരും തന്നെ പറയാം, ജീവിക്കാൻ മറന്നുകൊണ്ട് നമ്മൾ വീടിൻ്റെ പിന്നാലെ പോകുന്നതാണ്. ഞാനിപ്പോൾ അത് തന്നെയാണ് പറയുന്നത്.